ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തത്. എനിക്ക് മൊട്ടൻ പണി കിട്ടി. കാരണം 1500 രൂപയുടെ ഞാനൊരു കിടിലൻ ബാഗാണ് ഓർഡർ ചെയ്തത്. അത് വരുന്നു ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയത് എന്താണെന്നറിയോ, ഏതോ ഒരു കൂതറ ബാഗ്. എനിക്കത് കണ്ടപ്പോൾ തന്നെ ഒരുമാതിരി ആയിപ്പോയി എന്നുള്ളത്. ഞാൻ അത്രയും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു ബാഗാണ് കേട്ടോ അത്. ഞാൻ ഉടനെ തന്നെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് റിട്ടേൺ ചെയ്തു. കാരണം ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഒരു കുട്ട ബാഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കുട്ടിയൊന്നുമല്ല, ജസ്റ്റ് എന്താ പറയുക, കുറച്ച് ബാഗ്സ്, അഫോർഡബിൾ, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാഗ്സും ഉണ്ട്. അതിൽ എല്ലാത്തിനും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, എല്ലാത്തിനും എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു കുട്ടി വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, കാരണം കൂടുതൽ സംസാരിച്ച് വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട. എല്ലാ ബാഗ്സും നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്നതും ഓപ്പൺ ചെയ്യുന്ന വീഡിയോ സൈഡിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ബാഗ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു ബാഗാണ് കേട്ടോ. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു റെഡ് ബാഗാണ് ഇത്. H&Mൻ്റെ ഇതിൻ്റെ ബ്ലാക്ക് കളർ ബാഗ് കുറേ പേര്, സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ കുറച്ച് പേര് ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അതേ ഒരു ടൈപ്പ് ഞാനിങ്ങനെ ആമസോണിൽ തപ്പിയപ്പം എനിക്ക് കിട്ടിയതാണ്. ബ്ലാക്ക് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഞാൻ ഓർഡർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. പിന്നെ റെഡും വൈറ്റുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതിന് ഓർഡർ ചെയ്തു. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 639 രൂപയ്ക്കാണ് ഓർഡർ ചെയ്തത്. ഇതിനിങ്ങനെ ഒരു ബട്ടണാണ് വരുന്നത്. ഇതിനുള്ളിൽ ജസ്റ്റ് ഇത് ഒരു കുറേ പേപ്പറൊക്കെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല, അത് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു കുട്ടി അറയും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും പൗച്ച്, ഫോണൊക്കെ വെക്കാൻ. ബാക്കിയെല്ലാം ഒരു സിംഗിൾ ഇതിൽ തന്നെ നമുക്ക് ലാപ്ടോപ്പ് കൊണ്ടുപോകാൻ എപ്പോഴും സ്റ്റിഫായിട്ടുള്ള ബാഗായിരിക്കും നല്ലത്. ഇത് വേണമെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. പക്ഷേ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുറേ സാധനങ്ങൾ കൊള്ളുന്നൊരു ബാഗാണ്. ഇവിടെ നല്ല ഗ്ലേസിങ് ഇല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു, കാണുമ്പോൾ തന്നെ നല്ലൊരു ലുക്കുണ്ട്. അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബാഗ് തന്നെയാണ് കേട്ടത്. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് ഞാൻ എടുത്തില്ല, കാരണം വൈറ്റ് എടുത്താൽ എൻ്റെ കയ്യിൽ അത് ശരിയാവത്തില്ല. വൈറ്റ് പെട്ടെന്ന് അഴുക്ക് പിടിക്കും. അതുകൊണ്ട് ഞാൻ വൈറ്റ് എടുക്കാറില്ല. എപ്പോഴും ബ്ലാക്കും അങ്ങനെയുള്ളത് കാര്യങ്ങളൊക്കെയാണ് ഞാൻ എപ്പോഴും എടുക്കാറ്. ബ്ലാക്ക് അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ഒരു എന്താ പറയുക, പീച്ച്, ആ ഒരു മെറൂൺ ഷെയ്ഡില്ലേ, അങ്ങനത്തെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബാഗ് വന്നിട്ട്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ബാഗ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നോക്കാം. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇത്രയും നല്ലൊരു ബാഗ് ഇരിക്കുമെന്ന്. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഈ ബാഗ് വന്നിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, 2 ചെറിയ ഹാങ്ങിങ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വലിയൊരു ഹാങ്ങിങ്ങും ഉണ്ട്. നമുക്ക് ഇങ്ങനെയാണ് മെയിനായിട്ട് അതിൽ കാണിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റും. ഇതിലും ഒരു ഒരു കമ്പാർട്ട്മെൻറ്റാണുള്ളത്. അതിലൊരു കുട്ടി കമ്പാർട്ട്മെൻറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത്. പക്ഷേ ഇത് കുറച്ചുകൂടി എന്താ പറയുക, നല്ല സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയലാണ്. കാണുമ്പോൾ അറിയാൻ പറ്റും. അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് കുറച്ചല്ല, 700 റേഞ്ചിന് അത്യാവശ്യം നല്ലൊരു ബാഗാണ് കേട്ടോ. ഫർഗോ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ബാഗാണ്. നല്ല ഈ ഒരു ബാക്ക്, ഈ ഒരു പോർഷൻ കണ്ടോ, അത്യാവശ്യം നല്ല സ്റ്റിഫാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും പെട്ടെന്ന് പോകത്തില്ല. കൊള്ളാം. ഇതിൽ ഈ ഒരു പാറ്റേൺ മാത്രമല്ല, വേറെ ഡിഫറെൻറ്റ് 1-2 പാറ്റേൺസിൽ കൂടി അവൈലബിൾ ആണിത്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് സെക്കൻഡ് ബാഗ്. ഓക്കെ, ഇനി തേർഡ് ബാഗ് നമുക്ക് മീഷോന്ന് കാണാം കേട്ടോ. മീഷോന്നും ഇതേ സാധനം, ഒരു ഡ്യൂപ്പ് സാധനമാണ് കേട്ടോ. അത് എന്താ പറയുക, അതേ ഒരു സെയിമാണ്. പക്ഷേ ആ ഒരു ക്വാളിറ്റി ഇത് കാണിക്കുന്നുള്ളൂ. ഇത് അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇരിക്കുന്നില്ല. ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതേതൊരു ഇതിൻ്റെ കൂടിയ തന്നെ നല്ലൊരു മിനി വെസ്റ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. നല്ലൊരു ബാഗൊക്കെ ഞാൻ കണ്ടായിരുന്നു, ഇതേ സെയിം പാറ്റേണിൽ വരുന്നത്. അതിൻ്റെ ഡ്യൂപ്പ് മാതിരിയാണിത്. മീഷോയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ജസ്റ്റ് എന്താ പറയുക 400, അതിൻ്റെ ആ ഒരു റേഞ്ച് ഇത് വന്നിട്ടുള്ളൂ. ഇതും ജസ്റ്റ് ഒരു കമ്പാർട്ട്മെൻറ്റാണ്. ഇതിനുള്ളിൽ ഒരു കുട്ടി കമ്പാർട്ട്മെൻറ്റ് കൂടി ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു പാറ്റേൺ ഇപ്പോൾ ഒരു ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന പാറ്റേൺ ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഇങ്ങനെ ഒരു ഹാങ്ങിങ് ആണ്. ഒരു അത്യാവശ്യം നല്ല നമുക്ക് കുറച്ച് ഓഫീസ് മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നല്ല രീതിയിൽ മാച്ച് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇതാണ് തേർഡ് ബാഗ്. മീഷോയുടെ കോഡ് ഞാൻ കൊടുക്കാം. വീണ്ടും മീഷോ വേണ്ട, വീണ്ടും നമുക്ക് ആമസോണിൽ പോവാം. കാരണം ആമസോണിൽ നിന്ന് ഞാൻ കുറച്ച് എക്സ്പെൻസീവായിട്ടുള്ള ഒരു ബാഗാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ എനിക്കിതങ്ങ് എന്താ പറയുക, ഇത്രയും നാൾ ഞാനിത് ഇങ്ങനത്തെ ഒരു ബാഗ് വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് എക്സോട്ടിക്കിൻ്റെ ഒരു ബാഗാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇച്ചിരി ഒരു കൂടുതലാണ്, 1200 രൂപയാണ്. പക്ഷേ 1200 രൂപയുടെ അടിപൊളി ക്വാളിറ്റി ഇതിന് ഉണ്ട് കേട്ടോ. കാരണം ഈ ഒരു മെറ്റീരിയൽ കാണുന്നത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ഒരു ബാഗ് എടുക്കുമ്പം അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. കാരണം അത്രയും നല്ല ക്വാളിറ്റിയുള്ള സാധനം. പിന്നെന്താ, ഇവിടെ 2 ചെറിയൊരു ഹാങ്ങിങ്, പിന്നെ നമുക്ക് ലെങ്തി ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഹാങ്ങിങ് ഉണ്ട്. ഇതിൽ കമ്പാർട്ട്മെൻറ്റ് വന്നിട്ട് ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്, പക്ഷെ അത് 3 പാർട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്നും ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ, എടുത്ത് മാറ്റണം. ഓക്കെ, അതിനുള്ളിൽ തന്നെ കുഞ്ഞു കമ്പാർട്ട്മെൻറ്റുകളും ചെറിയ കമ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് ക്യാരി ചെയ്യാം. പിന്നെ നല്ലൊരു സേഫായിട്ടുള്ളൊരു ബാഗ്. പിന്നെ ഇവിടെ ഒരു കുട്ടി കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ബാഗ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ പ്രൈസിനുള്ള ആ ഒരു ക്വാളിറ്റി ഇത് കാണിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ കുറേ ഇപ്പോൾ 500-ൻ്റെയും 600-ൻ്റെയും ബാഗുകൾ നമുക്ക് വാങ്ങാം, പക്ഷേ ഇതൊരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതെന്തായാലും അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യട്ടോ. അത്യാവശ്യം എന്തായാലും കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അത്രയും നല്ലൊരു ബാഗ്. അപ്പോൾ ഇതാണ് ആമസോണിൽ നിന്ന് വന്നത്. ആമസോണിൽ നിന്ന് ഒരെണ്ണം കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മിന്ത്രന്ന് ഓർഡർ ചെയ്തിട്ട് എനിക്ക് പണി കിട്ടിയ അതേ സെയിം ബാഗ്, മിനി വെസ്റ്റിൻ്റെ ഒരു ബാഗാണ് കേട്ടോ അത്. അപ്പോൾ അത് ഞാൻ സെയിം സാധനം ആമസോണിൽ കണ്ടു. അപ്പോൾ ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് വന്നിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ചെയ്യാം, ഇത്രയും ബാഗുകൾ വെച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഞാൻ ഷോർട്സിലൂടെയൊക്കെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് 4th ബാഗ്. കൊള്ളാം അല്ലേ? അത്യാവശ്യം നമുക്ക് സ്ലിംഗ് ബാഗിൻ്റെ കുറച്ചുകൂടി വലുത്, എന്താ പറയുക, കുറേ കാര്യങ്ങൾ കൊള്ളിക്കാൻ പറ്റുന്നൊരു ബാഗ്. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഫങ്ഷനോ ഒക്കെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ നല്ലൊരു എന്താ പറയുക, ഇത് ഇടുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു ഗമ വന്നെന്നൊക്കെ പറയില്ലേ, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തായാലും പറയാ സംഭവം, എനിക്ക് കിട്ടുന്നില്ല സംഭവം കേട്ടോ. അതായത് നമ്മളൊരു ആക്സസറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടുമ്പോൾ നമ്മുടെ ലുക്ക് തന്നെ വേറൊരു മാറ്റില്ല, അങ്ങനെ ഒരു സംഭവമാണ് ഈ ഒരു ബാഗ്. ഇതിടുമ്പോൾ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ നമ്മളെ കാണുന്നവർക്ക് ആ ഒരു ഫീൽ ചെയ്യത്തില്ല, എന്തോ കുന്ത്രാണ്ടം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്തത് മീഷോന്ന് വളരെ അഫോർഡബിളായിട്ടെന്ന് പറയുമ്പോൾ ജസ്റ്റ് 250 200 സംതിങ് എന്തോ ഉള്ളൂ കേട്ടോ. പക്ഷേ നല്ല രസമുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രൈസ് റേഞ്ച് ആണെങ്കിലും സംഭവം എന്താണെന്നറിയാൻ ഞാൻ ഓർഡർ ചെയ്ത് നോക്കിയതാണ്. ഇതിൻ്റെയൊക്കെ നമുക്ക് അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് നല്ല സ്റ്റൈൽ ചെയ്യാൻ, എന്താ പറയുക, എൻ്റെ കയ്യിൽ ഇത്രയും കാശില്ല പക്ഷേ എനിക്ക് നല്ലൊരു ബാഗ് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കാം കേട്ടോ. ജസ്റ്റ് 200 സംതിങ്ങിനേ ഉള്ളൂ. ഇങ്ങനെ 2 ഹാങ്ങിങ് ഉണ്ട്. അതുപോലെ തന്നെ കുട്ടി കുറച്ചുകൂടി വലുതായിട്ടുള്ളൊരു ഇതുണ്ട്, ഒരു ഹാൻഡ് ബാഗ് പോലെയാണ്. ജസ്റ്റ് വൺ കമ്പാർട്ട്മെൻറ്റാണ്. ഇതിൻ്റെ അകത്ത് വേറൊന്നുമില്ല. പക്ഷേ നമ്മൾ കുറച്ച് യൂസ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കോലം അങ്ങ് മാറും. അതാണ് ഈ ബാഗുകളുടെയൊക്കെ പ്രത്യേകത. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം മാത്രം യൂസ് ചെയ്യാനാണെങ്കിൽ കൊള്ളാം. അപ്പോൾ ഒരു ബ്രൗൺ വൈറ്റ് ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത്. ഇവിടെ ഒരു കുട്ടി റിബണൊക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഈ സംഭവം കൊള്ളാം. അപ്പോൾ ഇതാണ് മീഷോ. ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അഫോർഡബിളായിട്ട് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു ആപ്പാണല്ലേ. അപ്പം ഇത്രയും വിലക്കുറവിൽ വേറൊരു ആപ്പിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ആമസോണിലും അത്രയും നല്ലതായിട്ടൊന്നും കാണാമില്ല, പക്ഷേ ചിലപ്പോഴൊക്കെ ഫ്ലിപ്കാർട്ടിൽ വരാറുണ്ട്. ആമസോണിലും മിന്ത്രയിലൊന്നും അങ്ങനെ കാണാറില്ല. അപ്പം അഫോർഡബിളിൽ എനിക്ക് അത്രയും പറ്റില്ല എന്നുള്ളവർക്കുള്ള ബാഗുകൾ കൂടിയാണ് ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് നെക്സ്റ്റ്. ഇനി എന്താ പറയുക, പ്ലാസ്റ്റിക് വേണ്ട, ക്ലോത്ത് ബാഗ് ഇഷ്ടമുള്ളവർക്ക്, ഞാൻ ഇങ്ങനത്തെ ബാഗ് ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സഞ്ചി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ നമുക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ബാഗാണ്. ഇങ്ങനെ ഒത്തിരി പ്രിൻസിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബാഗാണ് കേട്ടോ ഇത്. നമുക്ക് എന്താ പറയുക, ഇത് നല്ല ക്ലോത്ത് മെറ്റീരിയൽ, പ്ലാസ്റ്റിക് അല്ല കേട്ടോ, നല്ല ക്ലോത്ത് മെറ്റീരിയലിൽ
കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന നമ്മൾ ബാഗുകളില്ലേ, കുട്ടി ബാഗ്, ജസ്റ്റ് എന്തെങ്കിലും അത്യാവശ്യത്തിന് ഒരു ബുക്ക്, സംതിങ് എന്തെങ്കിലുമൊക്കെ, വാട്ടർ ബോട്ടിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്യാരി ചെയ്യാനായിട്ട് ഒത്തിരി പ്രിൻസും റൈറ്റിങ്സും ഡിഫറെൻറ്റ് രീതിയിൽ വരുന്നത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് 200 ആയിട്ടുള്ളൂ കേട്ടോ, ജസ്റ്റ് 200 അത്രയേ ഉള്ളൂ. അതിന് അത്യാവശ്യം നല്ലൊരു ബാഗായിരുന്നു. പക്ഷേ എന്താ പറയുക, ഇത് എത്ര നാൾ ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് കൺഫർമേഷനൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ബാഗാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ബാഗ് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് വന്നിട്ടില്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, കാരണം എനിക്ക് വീഡിയോ ചെയ്യേണ്ടി വന്നു, അതുകൊണ്ടിട്ടാണ്. ഓക്കെ, ഫൈനൽ ലാസ്റ്റ് ബാഗ് വന്നിട്ട് മീഷോ എന്നാണ് കേട്ടോ. അത് ഇത്രയും നല്ലൊരു പ്രിൻറ്റിൽ വരുന്ന, ഇവിടെ ജസ്റ്റ് ഒരു മണി പേഴ്സൊക്കെ വരുന്ന ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബാഗ്, ചെറിയൊരു ഹാങ്, അതുപോലെ തന്നെ ഒരു വലിയ ഹാങ്. ഞാൻ നേരത്തെ കാണിച്ചില്ല, എക്സോട്ടിക്കിൻ്റെ ആ ഒരു 1200 രൂപ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, അതുപോലെ തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് കുറച്ചേ ഉള്ളൂ. എൻ്റെ ബഡ്ജറ്റ് കുറവാണ്, 300, ഇതിന് 300 ആണെന്ന് തോന്നുന്നു, അത് 200 ആണോ പ്രൈസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും അത്രേ അതിന് ആ ഉള്ളിലേ ആവത്തുള്ളൂ. ആ ഒരു റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു, ഇതൊരു ക്ലോത്ത് മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു. നല്ലൊരു ബാഗാണ്. ഇതിന് പക്ഷേ 2 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിനുള്ളിൽ ചെറിയ ഒരു കമ്പാർട്ട്മെൻറ്റും ഉണ്ട്. ഇതിനുള്ളിൽ ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് ഇല്ല, സോറി ഗെയ്സ്, കമ്പാർട്ട്മെൻറ്റ് ഇല്ല, എനിക്ക് അബദ്ധം പറ്റിയതാണ്. ഓക്കെ, ഇതിന് പുറകിലായിട്ട് ഒരു കുട്ടി കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, നമുക്ക് ഇതൊക്കെ ഇടാനായിട്ട്. പിന്നെ ഇതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ഇളക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ. വേണമെങ്കിൽ ഇളക്കാം. ഇതൊരു മണി പേഴ്സ് മാതിരി അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനായിട്ടുള്ളൊരു കുട്ടി സാധനം. ഓക്കെ, കുട്ടി സാധനമാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് നല്ല ബാഗുകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഞാൻ വിചാരിക്കുന്നു. ഹോൾ ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. അങ്ങനെ ബാഗ്സിൻ്റെ ഹോൾ ആരും ചോദിച്ചില്ല, പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് പ്രകാരം ബാഗ് കുറേ എനിക്ക് അങ്ങനെ അറിയത്തില്ല എന്താണെന്നുള്ളത്. അങ്ങനെ ഞാൻ കുറേ ഇരുന്ന് തപ്പി കണ്ടുപിടിച്ച് കുറച്ച് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ബാഗിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇനി എന്തിൻ്റെയാണ് അല്ലെങ്കിൽ എന്ത് തരം വീഡിയോസ് കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്കും ചെയ്യാൻ പറ്റും. എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് ഇഷ്ടം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ഹോൾ വീഡിയോ വന്നിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.